യമുനാ തീരത്ത് ഓടക്കുഴൽ വായിച്ചു നടന്ന കണ്ണൻ എന്നേക്കുമായി എവിടെയോ മറഞ്ഞു പോയിരുന്നു. ഇന്ന് അദ്ദേഹം ദ്വാരകയുടെ രാജാവാണ്. കർത്തവ്യങ്ങൾ മാത്രം മനസ്സിലിട്ടുള്ള ഭാരമേറിയ കിരീടം തലയിൽ ചൂടിയ ശ്രീകൃഷ്ണൻ അങ്ങ് ബർസാനയിലോ രാധ ഓരോ നിമിഷവും സൂര്യനെ പോലെ അസ്തമിക്കുകയായിരുന്നു. ചുറ്റും നിശബ്ദത മാത്രം. ആരുമില്ലാത്ത ആ വഴിത്താരയിൽ പരാതിയോ പരിഭവമോ ഇല്ലാതെ വാക്കുകൾക്കതീതമായ ആ പ്രണയം മാത്രം മനസ്സിലിട്ട് രാധ ജീവിച്ചു. ഒടുവിൽ രാധ തീരുമാനിച്ചു, ഇനി ഒരു തവണ അവസാനമായി എന്റെ കൃഷ്ണനെ കാണണം. പക്ഷേ പഴയ പ്രണയിനിയായിട്ടല്ല. ദ്വാരകയിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു സാധാരണ സേവികയായി രാധ എത്തിച്ചേർന്നു. ദ്വാരക എത്രയോ മനോഹരമാണ്. സ്വർണം പോലെ തിളങ്ങുന്ന കൊട്ടാരം. പക്ഷേ അവിടുത്തെ ആഡംബരത്തിന്റെ നടുവിലും രാധയുടെ മനസ്സ് ഒരൊഴിഞ്ഞ ശംഖ് പോലെ കിടന്നു. കൃഷ്ണൻ സഭയിലിരുന്ന് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. പെട്ടെന്ന് കൃഷ്ണന്റെ കണ്ണുകൾ രാധയെ കണ്ടു, തിരിച്ചറിഞ്ഞു. എങ്കിലും അവർ പരസ്പരം ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല. അവർക്കറിയാമായിരുന്നു ഈ കണ്ടുമുട്ടൽ ഇനി ശരീരങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്ത ആത്മാക്കളുടെ മാത്രം ലയനമാണ്. ദിവസങ്ങൾ കടന്നുപോയി. രാധയുടെ കണ്ണുകളിൽ മൗനം മാത്രമായി. ആ കണ്ണുകൾ അടയും മുൻപേ രാധ കൃഷ്ണനോട് പതിഞ്ഞ സ്വരത്തിൽ ഒരു അവസാന യാചന പോലെ ചോദിച്ചു, കൃഷ്ണ, ഒരു തവണ, ഒരേ ഒരു തവണ പഴയതുപോലെ എനിക്ക് വേണ്ടി അങ്ങ് ആ ഓടക്കുഴൽ ഒന്ന് വായിക്കുമോ? തുടർന്ന് കൃഷ്ണൻ രാധയെയും കൂട്ടി യമുനാ നദിയുടെ തീരത്തേക്ക് നടന്നു. അവർ മൗനത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹം മെല്ലെ ആ പ്രിയപ്പെട്ട മുരളി കയ്യിലെടുത്തു. പതിയെ പതിയെ വൃന്ദാവനത്തിൽ ഒരു കാലത്ത് അലയടിച്ച അതേ മാന്ത്രിക ഈണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. രാധ കണ്ണുകൾ അടച്ച് കൃഷ്ണന്റെ തോളിൽ തലചായ്ച്ചു കിടന്ന് ആ മധുരമായ രാഗം ഒരു തണുത്ത കാറ്റുപോലെ രാധയുടെ കാതിലൂടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. ഓരോ ഈണത്തിലും അവർ രണ്ടുപേരുടെയും ഓർമ്മകൾ നിറഞ്ഞു നിന്നു. ആ സംഗീതം പൂർണ്ണമായപ്പോൾ രാധയുടെ ശരീരം വിടവാങ്ങി. പക്ഷെ ഇത് മരണമായിരുന്നില്ല, ഇത് പൂർണ്ണതയായിരുന്നു. കാത്തിരുന്ന ആത്മാവ് തന്റെ ഉടമയിലേക്ക് ലയിച്ചു ചേർന്ന ആ മോക്ഷ നിമിഷം. ആ ദിവസം ശ്രീകൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ തകർത്തു കളഞ്ഞു. കാരണം ആ ഈണം ഇനി എവിടെയും മുഴങ്ങാൻ പാടില്ല. അത് രാധയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. രാധ മരിച്ചിട്ടില്ല. അവൾ തങ്ങളുടെ കൃഷ്ണനിൽ ലയിച്ചു ചേരാൻ വേണ്ടി തിരികെ പോവുകയായിരുന്നു. രാധയെ അറിയുന്നവനാണ് കൃഷ്ണൻ. കാരണം രാധയാണ് കൃഷ്ണന്റെ ആത്മാവ്. ഈ പ്രണയം വാക്കുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയില്ല, അത് ഹൃദയം കൊണ്ട് അനുഭവിക്കണം. രാധയുടെ ആത്മാവ് കൃഷ്ണനിൽ ലയിച്ച ആ നിമിഷം ദ്വാരകയുടെ രാജധാനിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങൾ നിശ്ചലമായി. കർത്തവ്യം മാത്രം അണിഞ്ഞിരുന്ന ശ്രീകൃഷ്ണന്റെ മുഖത്തെ ഗാംഭീര്യം ഒരു നിമിഷം തകർന്നുപോയി. കണ്ണൻ, അതേ യമുനാ തീരത്ത് ഓടക്കുഴലൂതി നടന്ന ആ കണ്ണൻ വർഷങ്ങൾക്ക് ശേഷം ആ മുഖത്ത് വീണ്ടും തെളിഞ്ഞു. രാധയുടെ നിർജീവമായ ശരീരം അദ്ദേഹം തന്റെ മടിയിലേക്ക് താങ്ങി. ഒരു രാജാവിന്റെയോ യുദ്ധം ജയിച്ച വീരന്റെയോ ഭാവമായിരുന്നില്ല അപ്പോൾ ശ്രീകൃഷ്ണന്, മറിച്ച് ലോകം നഷ്ടപ്പെട്ട ഒരു പ്രണയിതാവിന്റെ നിസ്സഹായതയായിരുന്നു. അദ്ദേഹം ആ പുല്ലാങ്കുഴലിലേക്ക് നോക്കി. അതിന് വൃന്ദാവനത്തിലെ പുഴയുടെയും കാറ്റിലെ ഇലകളുടെയും മർമരത്തിന്റെയും രാധയുടെ ചിരിയുടെയും ശബ്ദമായിരുന്നു. രാധയ്ക്ക് വേണ്ടി മാത്രം പിറന്ന ആ ഈണം ഇനി ലോകത്ത് ഒരു പ്രണയിതാവിനും ഒരു ദുഃഖത്തിനും ആശ്വാസമായി മുഴങ്ങേണ്ടതില്ല. മുരളി തകർന്നപ്പോൾ തകർന്നത് ഓടക്കുഴലായിരുന്നില്ല, ദ്വാരകയുടെ രാജാവിന്റെ ഹൃദയം തന്നെയായിരുന്നു. ദുഃഖം വാക്കുകളാൽ പ്രകടിപ്പിക്കാതെ അദ്ദേഹം ആ വേദന മുഴുവൻ കർത്തവ്യ ബോധത്തിൽ ലയിപ്പിച്ചു. ഓടക്കുഴലിന്റെ ഈണം നിലച്ചതോടെ ശ്രീകൃഷ്ണന്റെ ഉള്ളിലെ കണ്ണൻ എന്നേക്കുമായി വിടവാങ്ങി. രാധയുടെ ഓർമ്മകൾ മനസ്സിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ധർമ്മം സംരക്ഷിക്കാൻ അവതരിച്ച ഒരു യുഗപുരുഷൻ മാത്രമായി അദ്ദേഹം മാറി. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.